കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. പാലായിൽ ആര് വാഴും ആര് വീഴും. അവസാനകാല തിരഞ്ഞെടുപ്പുകളിൽ മാണി സാറിന്റെ ലീഡ് കുറഞ്ഞു വന്നു. 2019 ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ മണ്ഡലം പിടിച്ചു. 2021 സാക്ഷാൽ ജോസ് കെ മാണിയെ മുട്ടുകുത്തിച്ച് മാണി സി കാപ്പൻ ഭൂരിപക്ഷം ഉയർത്തി. 2019 കാപ്പന്റെ ഭൂരിപക്ഷം 3000-ൽ താഴെയായിരുന്നു. പക്ഷേ 2021 ഭൂരിപക്ഷം 15,000-നും മീതെ. അതേ കാപ്പനെ ജോസ് കെ മാണി ഇതാ വീണ്ടും നേരിടുന്നു. പോരാട്ടം ശക്തമായ ത്രികോണ മത്സരമാക്കി മാറ്റിയത് നിശ്ചയമായും ഷോൺ ജോർജ് തന്നെ. PC ജോർജിന്റെ പുത്രൻ BJPക്ക് വേണ്ടി എത്ര വോട്ട് പിടിക്കും? അതാണ് ചോദ്യം. N ഹരി മത്സരിച്ച 2016 BJPക്ക് 25,000-ഓളം വോട്ട് കിട്ടി. മണ്ഡലത്തിൽ ശരാശരി 20,000 വോട്ട് BJPക്ക് എന്ന് കണക്കാക്കാം. ഷോൺ ജോർജ് മത്സരിക്കുമ്പോൾ അതിൽ കാര്യമായ വർധനവുണ്ടാകും. എങ്കിലും ജയസാധ്യത കുറവ്. മാണി സി കാപ്പൻ ജനകീയനാണ്. നാട്ടുകാർക്ക് കാപ്പനോട് വിരോധമില്ല. മാണി സാറിനോടുള്ള പ്രിയം മകനോട് പാലാക്കാർക്കില്ല. ഭരണവിരുദ്ധ തരംഗം കൂടി പ്രകടമായാൽ സാഹചര്യം കാപ്പന് അനുകൂലമാകും. പാലാ മണ്ഡലം കാപ്പന്റെ കൈപ്പിടിയിൽ തുടരും.